അപ്പൊ ഇന്ന് മരിക്കും എന്ന ആ വചനം വായിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ, അല്ലാതെ ഈ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് പറയുമ്പോൾ പടച്ചോൻ ആദ്യം പറഞ്ഞ മരണവും ജീവിതവും സൃഷ്ടിച്ചു. സോ അത് വായിക്കുന്ന ഓരോ മനുഷ്യനോടും പടച്ചോൻ പറയണ നിന്റെ മരണം സൃഷ്ടിച്ചു. ആ വായിക്കുന്ന മൊമെന്റിൽ പ്രോബബ്ലി ഐ ക്യാൻ തിങ്ക് ദാറ്റ് എന്റെ മരണം സൃഷ്ടിച്ചു, ഞാൻ ഇന്ന് മരിക്കാം. അപ്പൊ ഇന്ന് മരിക്കും എന്ന ആ വചനം വായിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ ആ മനുഷ്യന്റെ ലൈഫ് ഭയങ്കര സക്സസ്ഫുള്ളാ. അവന് പിന്നെ ഈഗോ ഇല്ല, അവന് ഫിയർ ഇല്ല, അവന് എക്സ്പെക്ടേഷൻ ഇല്ല. അവന് പിന്നെ ഉള്ളത് കൊടുക്കാൻ കുറെ സ്നേഹവും, പറയാൻ കുറെ വാക്കുകളും, ചേർത്ത് പിടിക്കാൻ കുറെ മനുഷ്യരും ഒക്കെ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അവൻ തേടിയൊന്നും പോണ്ട, അവനെ തേടി വന്നോളും. ആർക്കും പെർഫെക്റ്റ് ആകാൻ പറ്റില്ല, പക്ഷെ പ്രസന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. വി ഡോണ്ട് നോ വെൻ വി ആർ ഗോയിങ് ടു ഡൈ. ഈ പറഞ്ഞ ഞാൻ ചിലപ്പോൾ നാളെ മരണപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇന്ന് കൊടുക്കാൻ പറ്റണം, ഈ പ്രസന്റിൽ കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഇസ് മൈ സക്സസ്. അല്ലാണ്ട് വേറെ ഡെഫിനിഷൻ ഇല്ല. ഓക്കെ, ഞാൻ ഫ്യൂച്ചറിൽ ഉമ്മക്ക് അത് വാങ്ങിക്കൊടുക്കും, അതല്ല. എനിക്ക് ഇപ്പൊ എന്റെ ഉമ്മക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, എന്റെ വാപ്പക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്.